ഡാൻസ് റിയാലിറ്റി ഷോയിൽ അവതാരകയായിട്ടെത്തി പിന്നീട് വലിയ താരപദവിയിലേക്ക് ഉയർന്ന വ്യക്തിയാണ് പേളി മാണി. തുടക്കത്തിൽ ആരും അംഗീകരിച്ചില്ലെങ്കിലും സംസാരരീതികളും പേളിയുടെ തമാശയുമൊക്കെ ആരാധകരെ നേടിക്കൊടുത്തു. എന്നാൽ വീട്ടമ്മമാരുടെയും കുടുംബ പ്രേക്ഷകരുടെയും ഇഷ്ടം കൂടുതൽ ലഭിക്കുന്നത് പേളി ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കാൻ പോയതോടുകൂടിയാണ്. മോഹൻലാൽ അവതാരകനായിട്ടെത്തിയ മലയാളം ബിഗ് ബോസിന്റെ 3ാം സീസണിലെ മത്സരാർത്ഥിയായിരുന്നു പേളി. ആ സീസണിൽ 1ാം സ്ഥാനം വരെ അർഹിച്ചിരുന്ന ആളായി പേളി മാറി. എന്നാൽ ആ ഷോയിൽ ആയിരിക്കുന്ന കാലത്തോളം പേളിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ ആലപ്പിയ അസ്രഫ്. ഒരു തരത്തിൽ ആളുകളുടെ ഒറ്റപ്പെടുത്തൽ പേളിക്ക് അനുഗ്രഹമായത് എങ്ങനെയാണെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു. എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് പേളി ബിഗ് ബോസിലേക്ക് പോകുന്നത്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. മോട്ടിവേറ്ററായ തനിക്ക് സ്വയം മോട്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടും സ്വയം ഇൻസ്പിറേഷൻ ആവേണ്ടിയും വന്നു. തിക്താനുഭവങ്ങൾ നേരിട്ടതോടെ പൊട്ടിക്കരയേണ്ടി വന്നു. അന്ന് കരയാൻ വാഷ്റൂമാണ് പേളി തിരഞ്ഞെടുത്തത്. എന്നെ സംബന്ധിച്ച് ബിഗ് ബോസിലെ ഏറ്റവും വലിയ ടാസ്ക് നല്ല വ്യക്തിയായി അവിടെ തുടരുന്നതാണെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിൽ ഒറ്റപ്പെടുത്തി കടന്നാക്രമിച്ച ഏക വ്യക്തി പേളി മാണി തന്നെയാണ്. എന്തെങ്കിലും അഭിപ്രായം പറയാൻ പേളി തുടങ്ങിയാൽ അവർക്ക് നേരെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ആക്രമണങ്ങളും പരിഹാസവുമായിരുന്നു. അവിടെയൊക്കെ ഹൃദയം തകർന്നെങ്കിലും അവർ പൊട്ടിത്തെറിച്ചില്ല. കാരണം തന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും കഴിവിനെപ്പറ്റിയും തികഞ്ഞ ആത്മവിശ്വാസം പേളിക്കുണ്ടായിരുന്നു. കിച്ചണിലെ ജോലി കൃത്യമായി ചെയ്തു. അവകാശവാദങ്ങളില്ല. ആരെക്കുറിച്ചും പരദൂഷണം പറഞ്ഞില്ല. പാരവെപ്പും ചെയ്തില്ല. ടാസ്കുകൾ വ്യത്യസ്ത സമീപനം പുലർത്തി. ഏത് വിധേയനെയും ജയിക്കണമെന്ന് വിചാരിച്ച് പെരുമാറിയിട്ടില്ല. അവിടെ നടക്കുന്ന സൗഹൃദ സംഭാഷണങ്ങളിൽ നിന്ന് പോലും പേളിയെ ഒഴിവാക്കും. ഒന്നിച്ചെടുക്കേണ്ട തീരുമാനങ്ങളിൽ നിന്ന് പോലും അവരുടെ അഭിപ്രായം പരിഗണിച്ചില്ല. ഇതൊക്കെ കണ്ട പ്രേക്ഷകർ അവരുടെ മനസ്സിൽ പേളിക്ക് വലിയൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് ചേർത്ത് പിടിച്ചു. വലിയ പ്രേക്ഷക പിന്തുണ അവർക്ക് വന്നു. എങ്ങനെയും പുറത്താക്കണമെന്ന് ഉദ്ദേശിച്ച് പേളിയെ നിരന്തരം നോമിനേഷനിട്ടെങ്കിലും വോട്ട് കൊടുത്ത് പ്രേക്ഷകർ അവരെ സംരക്ഷിച്ചു. പേളി നേരിട്ട വലിയൊരു ടാസ്ക് അർച്ചനയെ നേരിടുക എന്നുള്ളതായിരുന്നു. പല സാഹചര്യങ്ങളിലും ശക്തമായി നിലനിൽക്കാൻ അവർക്ക് സാധിക്കുകയും അതിൽ പേളി വിജയിക്കുകയും ചെയ്തുവെന്ന് നിസ്സംശയം പറയാമെന്നും അഷ്റഫ് കൂട്ടിച്ചേർത്തു. ആ സീസണിലെ വിജയസാധ്യതയും ജനപിന്തുണയും ഏറ്റവുമധികം പേളിക്കായിരുന്നെങ്കിലും സാബുമോനുമായിട്ടുള്ള മത്സരത്തിൽ പേളി പിന്നോട്ട് പോവുകയായിരുന്നു. ഒന്നാമതെത്തിയില്ലെങ്കിലും ആ വിജയത്തിന്റെ പവറോടുകൂടി പേളി 2ാം സ്ഥാനം നേടി. മത്സരത്തിന് ശേഷം മറ്റൊരു താരങ്ങൾക്കും ലഭിക്കാത്ത ജനപിന്തുണയും സ്നേഹവും പേളിക്ക് ലഭിച്ചിരുന്നു. ബിഗ് ബോസിലൂടെ പ്രണയത്തിലായ ശ്രീനിഷിന്റെ പേര് കൂടി ചേർന്ന് പേളിഷ് എന്ന പേരിൽ ഫാൻസ് ഗ്രൂപ്പുകളും പൊങ്ങി വന്നു. മാത്രമല്ല ഇന്നും ബിഗ് ബോസിലൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ 1ാം സ്ഥാനം പേളിക്ക് തന്നെയാണ്. നിലവിൽ യൂട്യൂബ് ചാനലും മറ്റു പരിപാടികളുമൊക്കെ തിരക്കിട്ട ജീവിതം നയിക്കുകയാണ് പേളി. എല്ലാത്തിനും സപ്പോർട്ടായി ഭർത്താവ് ശ്രീനിഷും കൂടെയുണ്ട്.